കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടം. പാർട്ട് 2 പിന്നെ ഒരു പാർട്ട് 1 വെയിറ്റിംഗ് ആണ്. അങ്ങനെ വെയിറ്റിംഗ് കണ്ടിട്ട് ഇതിന് മുന്നേ എന്താണ് നടന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കാണും. അങ്ങനെയൊന്നുമില്ല, ആകാംക്ഷയൊന്നുമില്ല. പക്ഷേ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പടം. വിക്രമിൻ്റെ നല്ല സൂപ്പർ അഭിനയം. എങ്ങനെയാ ഒരു ദിവസം നടക്കുന്ന ഒരു കഥയായിട്ട്? അതെ. സുരാജ് വെഞ്ഞാറമൂട് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് തമിഴിൽ പോയി. കുഴപ്പമില്ല, നല്ല അഭിനയം. നല്ല പടമാണ്, സൂപ്പർ. മാത്രമല്ല വിക്രമിന്റെ പടം പറയാനായിട്ട് നല്ല പടമാണ്, നല്ല കിടിലം പടം. മറ്റേ കൈതി ഇല്ലേ, അതുപോലെ രാത്രി നടക്കുന്ന സംഭവമാണ്. മറ്റേ സൂപ്പർ പടം. ഒരു നൈറ്റ് ഇത് സെക്കൻഡ് പോകണം. ആദ്യത്തെ പോയിന് വരുമല്ലോ. പക്ഷെ പടം നല്ല പടം, ഒരു സെക്കൻഡ് പോലും ബോറില്ല. സുരാജിന്റെ അടിപ്പ് കിട്ടുന്ന അടിപ്പാണ്. കൊല്ല എല്ലാവരുടെയും കഥാപാത്രം കൊല്ല, ഒരു സെക്കൻഡ് പോലും ബോറില്ല. നല്ല പടമാണ്, നല്ല പടം കാണാം. എമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവും. കരഞ്ഞോ? കരയണതില്ല, പക്ഷെ ത്രില്ലിംഗ് ആണ് പടം. ത്രില്ലിംഗ് ആണ് പടം. വിജയിച്ചത് ബോറില്ല ഒരു സീന് പോലും. നല്ല പടം. നല്ല തിരക്കുണ്ടോ? അപ്പോൾ തിരക്ക് ഹൗസ്ഫുള്ളായിരുന്നു, കുഴപ്പമില്ല. നല്ല പടം. ആക്ഷൻസ് ഒക്കെ ഉള്ള കഥ നല്ല സ്പീഡുണ്ട് പടത്തിന്. ആദ്യ പടമായിട്ട് കുറച്ച് തമിഴൊക്കെ വഴങ്ങാനുണ്ട്, എന്നാലും കൊള്ളാം. പടത്തിന്റെ മൊത്തം ആക്ഷൻ നല്ല രസമുണ്ട്. വിക്രം ആസ് യൂഷ്വൽ നല്ല പടമാണ്. ഒറ്റ രാത്രി കൊണ്ട് തീരുന്ന സിനിമയാണ്. നല്ല ഫാസ്റ്റ് പേസ്ഡ് മൂവിയാണ്. അങ്ങനെ വലിയ സീക്വൻസ് ഒന്നും നായിക ക്ലൈമാക്സിലൊക്കെ നല്ല അഭിനയമായിരുന്നു. നല്ല സിനിമ. വിക്രമിന്റെ സൂപ്പർ സിനിമ. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല സൂപ്പർ ബെസ്റ്റ് ആക്ഷൻ. അതെ, നല്ല ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഷോട്ട് 16 മിനിറ്റിലാണ്. ആദ്യത്തെ ഒറ്റ ഷോട്ടായിട്ടുള്ള സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. ഭയങ്കര ഒരു ചാൻസ് ഇല്ലാത്ത പടം. നല്ല ഭയങ്കര ട്വിസ്റ്റ് നല്ല ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സഡൻ ആക്ഷൻ. വിക്രമിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്തുള്ള ആക്ഷനാണ്. സഡൻ പെട്ടെന്ന് എന്താ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ്. അതെ, സൂപ്പർ. അതെ കൊള്ളാം. എക്സ്ട്രാ ലെവൽ. നായികയായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയുണ്ട്? വിക്രം നായികയായിട്ടുള്ള ഒരു കോംബോ ബെസ്റ്റ്. കണ്ണോട് കണ്ണ് നോക്കി തന്നെ അവർ തമ്മിൽ മനസ്സിലാക്കി അതെല്ലാം അതിലോട്ട് കൊണ്ടുവന്നു നല്ല രീതിയിൽ. കാരണം നമ്മുടെ പഴയ വിക്രമിനെ തിരിച്ചു കിട്ടിയ ഒരു ഫീലിനാണ് കിട്ടിയത്. അത് പെർഫോമൻസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും നല്ല അടിപൊളി ഫിലിം തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ലൈക്ക് യൂഷ്വലി വിക്രം നല്ല ഹാർഡ് വർക്ക് ചെയ്യും എല്ലാ പടത്തിനും വേണ്ടിയിട്ടും. പക്ഷേ സ്റ്റോറി വൈസ് അല്ലെങ്കിൽ പടം കുറച്ച് മോശമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. സ്ക്രിപ്റ്റൊക്കെ വിഷയം സ്ക്രിപ്റ്റാണ്. പിന്നെ ഇതിപ്പം സുരാജേട്ടനാണെങ്കിലും ആരാണെങ്കിലും എസ് ജെ സൂര്യയൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജേട്ടനാണെങ്കിലും പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിക്രം ആസ് യൂഷ്വൽ എല്ലാ ഇതിലുള്ളതല്ലേ. മനസ്സിലായില്ല. കോംബോ അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു തുല്യമായിട്ടുള്ള ഒരു തന്നെയാണ് വന്നത്. അതായത് സ്റ്റോറിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഒരാളെ ഇങ്ങനെ പൊക്കി പറയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മ്യൂസിക് വർക്കാണെങ്കിലും നല്ല മ്യൂസിക്കായിരുന്നു. ജി വി പ്രകാശ് നല്ല വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടം നല്ല ഹിറ്റാവും എന്നുള്ളതിലൊരു സംശയമില്ല. തീർച്ചയായിട്ടും കിട്ടും. കാരണം നമ്മൾ പണ്ടൊക്കെ ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ടാണെങ്കിലും കണ്ടുവരുന്ന ഒരു ഒരു കൊമേഡിയൻ റോൾ ചെയ്തതെന്ന് സുരാജ്. ആ സുരാജേട്ടനല്ല ഇവിടെ ഉള്ളത്. പുള്ളിക്കാരൻ്റെ റോളൊക്കെ നല്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള റോൾ തന്നെയാണ്. ആ രീതി തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റെക്കഗ്നിഷൻ എന്തായാലും ഒരു തമിഴ് ഫീൽഡിൽ കിട്ടും. പുള്ളി കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. എസ് ജെ സൂര്യയും സുരാജ് ചേട്ടനുമൊക്കെ സൂപ്പറായിരുന്നു. അതെ കൊള്ളാം, അടിപൊളിയായിരുന്നു. തകർത്തു. പുള്ളിയെ കൊണ്ട് ചെയ്യാൻ തന്നെ മാക്സിമം ചെയ്തു. സെറ്റായിരുന്നു, മാസമായിരുന്നു. വിക്രമിനെ ഒരു തിരിച്ചു കിട്ടിയ പോലെ. ഇതിനെ ഇനി മുന്നുള്ള സിനിമയെക്കാളും ഇടില്ല. കൊള്ളാം, നൈസ്. കൊള്ളായിരുന്നു. നല്ല പടമാണ്, മസ്റ്റ് വാച്ച് പടം തന്നെ. നല്ലൊരു മാസമായാലും ക്ലാസ് ആയാലും കൂടി ഫുൾ ടൈം എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. വൺ നൈറ്റ് നടക്കുന്ന കഥയാണ്. ഫുള്ള് നമ്മുടെ കൈതി മൂവി പോലെയാണ്. ഒറ്റ നൈറ്റിലുള്ള കഥ തന്നെ ഫുള്ളായിട്ട് നല്ല ത്രില്ലിംഗ് ആണ്. എൻഗേജിങ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. നല്ലൊരു മൂവി തന്നെയാണ്. സുരാജേട്ടൻ അഭിനയം ബെസ്റ്റാണ്. നല്ല പോലെയുണ്ട്. തമിഴ് അറിഞ്ഞുകൂടെങ്കിലും ചേട്ടൻ നല്ല പോലെയാണ് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരോടൊപ്പം തന്നെ നല്ല പോലെ അഭിനയിച്ചിട്ടുണ്ട്. എസ് ജെ സൂര്യയുടെ അഭിനയം ഒന്നും പറയാനില്ല. ആസ് യൂഷ്വൽ തന്നെ ഫുൾ തകർത്തിട്ടുണ്ട്.
ആശ എപ്പോഴും സൈലൻ്റ് ആയിട്ടിരുന്നിട്ടുള്ള ഒരു കില്ലിംഗ് പരിപാടി ഉണ്ടല്ലോ, അതേ പരിപാടി തന്നെ അയാൾ എപ്പോഴും ഉള്ളത്. മൊത്തത്തിൽ നല്ലൊരു പടം തന്നെ. പടത്തിലെ ഈ 3 പേരിൽ വിക്രം, എസ്.ജെ. സൂര്യ, സുരാജ് ആരാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ വിക്രമല്ലേ പറയുന്നത്. അല്ല, സിനിമ വെച്ച് പറഞ്ഞോ? സിനിമ വെച്ച് പറഞ്ഞാലും വിക്രത്തിനാ പറയും. ഈക്വലി ആരെങ്കിലും ഉണ്ടോ കൂടെ? ഈക്വലായിട്ട് കട്ടയ്ക്ക് നിൽക്കാനാണെങ്കിൽ എസ്.ജെ. സൂര്യ നമുക്ക് പറയാൻ വരാം. സ്വരാജ് ചേട്ടനും ചെയ്തിട്ടുണ്ട് നല്ലപോലെ. മ്യൂസിക് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ജി.വി. പ്രകാശ് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അതിനൊത്ത് തന്നെ പോകുന്നുണ്ട്. എല്ലാവർക്കും ആ ഒരു മാസ് ബീച്ച് നമുക്ക് ഗൂസ് ബോംസ് മൂവ്മെൻ്റ് വരില്ലേ, അതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ചിയാൻ്റെ ആദ്യം ഒരു ടൈറ്റിൽ എത്തി കാണിക്കും, അത് തന്നെ ഒരു ഇതാണ് നല്ലൊരു ഈ BGM-നൊത്ത് തന്നെ നമുക്ക് വരുന്നുണ്ട്. നായികയായിട്ടുള്ള കെമിസ്ട്രി, നല്ലൊരു കെമിസ്ട്രി ഉണ്ട്, വർക്കൗട്ടിങ് ആണ്. ആ സോങ്സിനൊത്തൊക്കെ ആയിട്ട് നല്ലൊരു ഇതുണ്ട് വിക്രമായിട്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വിക്രമിൻ്റെ നല്ലൊരു സിനിമ. വിക്രമിൻ്റെ കാരണം നമുക്ക് ധ്രുവ നക്ഷത്രമൊക്കെ കാണാൻ വേണ്ടി നോക്കിയിരുന്നിട്ടും വെയിറ്റിംഗ് ആയിട്ടും നടന്നില്ല. പുള്ളിയുടെ ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അത് ഗൗതം വാസുദേവൻ്റെ ചോദിക്കാനാണ് പറഞ്ഞത്. അതെ, അത് ഗൗതം വാസുദേവനുമായിട്ടുള്ള ചർച്ചയിലൊക്കെ അറിയാൻ പറ്റും. പക്ഷേ എന്തായാലും ചെയ്യാൻ്റെ ഒരു നല്ലൊരു പടം തന്നെയാണ്. എല്ലാവരും മസ്റ്റ് വാച്ചാണ്. നമ്മളിപ്പോൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. സൂപ്പറായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ എമ്പുരാൻ്റെ ഇതിൽ നിൽക്കണമുണ്ട് എല്ലാവർക്കും. ഞാൻ ഇന്നലെ എമ്പുരാൻ കണ്ടു, ഇന്നിതാ വീരാധീര സാറ്. അതിലും കൊള്ളാം. ഓക്കെ, ശരി.